സഭയ്ക്കും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്താറുണ്ട്. അതായത് ഈ നല്ല കുടുംബത്തിൽ പിറന്നവർക്കൊന്നും പറ്റിയതല്ല രാഷ്ട്രീയം. അത് പഠിക്കുകയില്ലാത്തവന്മാരും ഉഴപ്പന്മാരും സമരക്കാരും മാത്രം ചെല്ലുന്ന സ്ഥലമാണ് എന്നൊരു ഇംപ്രഷൻ പൊതുസമൂഹത്തിൻ്റെ ചിന്താധാര ഞങ്ങളും ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനങ്ങൾ, കോളേജുകളിലാകട്ടെ, ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ ഈ പൊളിറ്റിക്സിൽ നിന്ന് പിന്നോട്ട് നയിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്, എന്തെങ്കിലും പഠിച്ച് ജോലി നേടുക, അങ്ങനെ കുടുംബം നോക്കുന്നവരാകുക, കുറേ കൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് ആണ് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ പഠിച്ച ഏതെങ്കിലും IT ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ നേഴ്സിംഗ് പ്രൊഫഷനിലെത്തുക, ജീവിതത്തിൽ വളരണം എങ്കിൽ സ്വന്തമായൊരു ജോലി കണ്ടെത്തുക. അതിവിടെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന എവിടെയോ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ കിട്ടുമെങ്കിൽ അങ്ങ്, മദ്രാസിലാണെങ്കിൽ അവിടെ, ഡൽഹിയിലാണെങ്കിൽ അങ്ങനെ, അതല്ല യൂറോപ്പിലാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക, അമേരിക്ക കിട്ടുമെങ്കിൽ അവിടെ പോവുക. അങ്ങനെ ആ ഒരു ഓറിയൻറ്റേഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് വളരെ ശക്തമായി പോയി. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള തലമുറ പലപ്പോഴും ഈ പൊളിറ്റിക്സിൽ നിന്ന് അകലം പാലിച്ചു. അത് വേണ്ട രീതിയിൽ അവരെ അതിലേക്ക് ഓറിയൻറ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലെ ഈ നിയന്ത്രണങ്ങൾ ഒരു അരാഷ്ട്രീയ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മധ്യകേരളത്തിലെ കോളേജുകളിലൊക്കെയും ആ ഒരു പ്രതിസന്ധിയുണ്ട്. മലബാറിൽ ഞങ്ങൾ പിന്നെയും സഭയുടെ കോളേജുകളിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു ചിന്തയെ പ്രൊമോട്ട് ചെയ്യാത്തവരാണ്. കാരണം അതും കൂടി ഉണ്ടെങ്കിലേ ഈ കുട്ടികളുടെ ഫോർമേഷൻ, അവർക്ക് കിട്ടേണ്ട ചില പൗരബോധങ്ങൾ രൂപപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സഭയുടെ മുഖ്യധാര കോളേജുകളിൽ പലതിലും ഈ ഒരു വീഴ്ച ഒരു കാലത്ത് സംഭവിച്ചിരുന്നു എന്നുള്ളത്, അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അരാഷ്ട്രീയത സഭയുടെ ഭാഗത്തിലെ അല്ലെ സഭയുടെ പുതിയ തലമുറയിൽ സംഭവിക്കുന്നതിന് നിമിത്തമായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്ക് വിലയില്ലാത്തതാണെന്നും അവിടെ കൈക്കൂലിയും അഴിമതിയും മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു ഇംപ്രഷൻ, അതൊരു പൊതുബോധത്തിൽ കടന്നുകൂടിയൊരു ഇംപ്രഷനാണ്. ആ ഇംപ്രഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മൂല്യബോധമുള്ള തലമുറയ്ക്ക് പലപ്പോഴും രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരു ഫീൽഡായി മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇതിനോട് ചേർത്ത്. പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് പൗരബോധമുള്ള നിസ്വാർത്ഥരായ നല്ല നേതാക്കൾ ആവശ്യമുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നല്ല, എല്ലാ സമൂഹത്തിലും ഒരു ക്വാളിറ്റി ലീഡർഷിപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ക്രിസ്തീയതയിൽ അത് കൂടുതൽ പ്രകടമായി എന്നുള്ളതാണ്. നമ്മൾ മറ്റ് സമുദായങ്ങളിൽ നോക്കിയാൽ പോലും ഒരു സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സമുദായ ഭേദമന്യേ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അത്രയും ശക്തമായിരിക്കുകയല്ല. ഈ കേരളം, കർണാടക, ഇവിടെയൊക്കെ ഇത് വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്വാളിറ്റിയുള്ള, മൊറാലയുള്ള ഒരു ലീഡർഷിപ്പ് വളർന്നു വരുന്നില്ല എന്നുള്ളത്. പലപ്പോഴും വളർന്നു വരുന്ന ലീഡേഴ്സ്, അവരെക്കുറിച്ച് പിന്നീട് കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അവരുടെ മൊറാല എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തരം താഴ്ന്നു പോകുന്നതുമാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് പുതിയ തലമുറയെ കഴിവുള്ളവരും സമർപ്പണ ബുദ്ധിയുള്ളവരുമായവരെ രാഷ്ട്രീയത്തിലേക്ക് ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ളത്. കേരളത്തിലൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാവാനൊരു സാധ്യത വിദൂരമാണെന്നുള്ളൊരു സത്യം സഭ തിരിച്ചറിയുന്നുണ്ടോ? അതിനെങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പ ലോകം ഞങ്ങൾക്ക് ഇല്ല.
ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കൊരു വിചാരമില്ല. ഇവിടെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരാരും വഴിവിട്ട് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളാരും ഒന്നും ചോദിക്കാനും പോയിട്ടില്ല, മേടിക്കാനും പോയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഒരു സമുദായം അന്യായമായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ സമുദായം ഒറ്റപ്പെടാനും ആ സമുദായത്തെ മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനും ഇടവരും. മറിച്ച് ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും തുല്യമാണ്. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ സമരങ്ങളുടെ സഭ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ജാതിയും മതവും നോക്കി നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഞങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായ സ്വപ്നങ്ങൾ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ തകർച്ചയോടെ അല്ലെങ്കിൽ KM മാണിയുടെ മരണത്തിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ലാതായി. അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് സത്യമാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മേൽക്കൈയുള്ള ഒരു പാർട്ടിയായിരുന്നു. തീർച്ചയായും അത് പഴയ വിമോചന സമരം കാലം മുതൽ നായന്മാർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ ബാലൻസിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് 25 MLA വരെയും അസംബ്ലിയിൽ കേരള കോൺഗ്രസിൻ്റേതായിട്ട് വന്നിരുന്നു. അതിനെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരിതിനെ പല കഷ്ണങ്ങളാക്കി ചിതറിച്ചു കളഞ്ഞു. പിന്നെ ഈ സാമുദായിക നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്വഭാവ പ്രത്യേകതകളും ഈ ഒരു പിളർപ്പിനും തകർച്ചയ്ക്കും കാരണമാണ്. പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നൊക്കെയുള്ളത് മനുഷ്യൻ്റെ വെട്ടയിൽ ഒരു പ്രാസ ഒപ്പിച്ച് പറയാൻ കൊള്ളും എന്നല്ലാതെ അതൊന്നും ആത്യന്തികമായി ഈ പാർട്ടിയെയും വളർത്തിയില്ല, ആരെയും തുണച്ചുമില്ല എന്നുള്ളതിന് കേരളത്തിൻ്റെ ചരിത്രം സാക്ഷിയാണ്. പിളരും തോറും തളർന്നു പോയതിൻ്റെ ചരിത്രമേ കേരള കോൺഗ്രസ്സിനുള്ളൂ. അതുപോലെ വളരും തോറും പിളരും എന്ന് പറയുന്ന ആ ഒരു ആശയില്ല. കാരണം വളർച്ചയില്ലല്ലോ, വളരാതെ തന്നെ പിളരുന്നു എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദുരന്തം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സഭ അതിന് മുൻകൈ എടുത്ത് ഇവരെ ഒരുമിപ്പിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ വ്യക്തമായൊരു പൊളിറ്റിക്കൽ അലയൻസിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ ഈ ഒരേ ചിന്താധാരയുള്ളവർ ഒരുമിച്ച് നിന്നാൽ കുറേ കൂടി നല്ലതാണ്, കുറേ കൂടി ഈ ബാർഗെയിനിങ് പവർ അതിന് കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സുകളെ ഒന്നിപ്പിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ ബലപരീക്ഷണത്തിന് മുതിരാൻ സഭയ്ക്ക് താല്പര്യമില്ല. പക്ഷെ അവരത് ചെയ്താൽ അത് ഞങ്ങൾ സന്തോഷിക്കും. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് LDFിലേക്ക് പോയതൊരു തെറ്റായ നീക്കമായിരുന്നു എന്ന് സഭ കരുതുന്നുണ്ടോ? തെറ്റായ നീക്കമായിരുന്നോ എന്ന് വിലയിരുത്തിയുമ്പോൾ നമുക്കറിയാം, അത് അവർ ഈ മോങ്ങാനിരുന്നതിൻ്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെയായി. അവർ പോകണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്നൊരു സമയത്ത് മറുഭാഗത്തുനിന്ന് ഒരു നേതാവ് പറഞ്ഞു അവരെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അവർ ആ ഒരു അവസരം മുതലാക്കി പുറത്തു പോവുകയും ചെയ്തു. പുറത്തു പോയത് അവർക്ക് ഗുണകരമായിരുന്നോ ദോഷകരമായിരുന്നോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തി കണ്ടെത്തേണ്ട വസ്തുതയാണ്. കാരണം പിന്നീടുണ്ടായ ഇലക്ഷനുകളിൽ എന്ത് സംഭവിക്കുന്നു, അവർക്ക് പൊളിറ്റിക്കൽ ഗെയിനുകളാണ്. തീർച്ചയായും ഭരണകക്ഷിയുടെ ഭാഗമായിരിക്കുമ്പോഴുണ്ടായ ഒരു സുരക്ഷിതത്വവും തണലും അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ ആ മൂവ്മെൻറ്റിനെ അവരുടെ അണികൾ സ്വീകരിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ പിതാവ്, സഭ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ട് പല കാര്യത്തിലും ഓപ്പണായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. പല കാര്യത്തിലും ഈ പറഞ്ഞ പോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, റബ്ബറിൻ്റെ വില, കാർഷിക
വിലയായി. ഇതെല്ലാം ഒരു ഓപ്പൺ ആയിട്ടൊരു പൊളിറ്റിക്കൽ ഒരു ഇല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ ഒരു അത് എങ്ങനെയാണ് കാണുന്നത്? അതിനെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നിങ്ങളതിനെ കരുതുമ്പോൾ ഞങ്ങളതിനെ ഒരിക്കലും പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ടല്ല കരുതുന്നത്. ഞങ്ങളുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ സർവൈവലിൻ്റെ ഭാഗമാണ്. ഇപ്പം റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. റബ്ബറിൻ്റെ വില വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ ആ വർദ്ധിപ്പിക്കുന്ന കക്ഷി ആരാണേലും, അത് LDF ആണേലും UDF ആണേലും BJP ആണേലും, ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ പലതും LDFും UDFിനെയും വിട്ടുകളഞ്ഞു, BJPക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഈ ഡെറിഡായുടെയൊക്കെ ലിംഗ്വിസ്റ്റിക് ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഓതർ മരിച്ചു, ഡെത്ത് ഓഫ് ദി ഓതറുണ്ട്. പിന്നെ വ്യാഖ്യാതാവിൻ്റെ ഇഷ്ടമാണ് അത് വ്യാഖ്യാനിക്കുക എന്ന് പറയും. അത് വ്യാഖ്യാനിച്ചോട്ട് ഞാനതിനെക്കുറിച്ച് ഒട്ടും നെർവസ് ആകുന്ന ആളെ അല്ല. നമ്മളുടെ വാക്കുകൾ, പക്ഷെ നമ്മളെന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ആരോട് പറഞ്ഞോ, ആർക്കു വേണ്ടി പറഞ്ഞോ, അവർക്ക് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. എൻ്റെ ജനത്തിന് ആ ഒരു പ്രസ്താവന കൊടുക്കുന്ന ഒരു വലിയ ഊർജ്ജമുണ്ട്. അതായത് റബ്ബർ കർഷകൻ ടാപ്പിങ് വേണ്ടാന്ന് വെച്ച് 100 കണക്കിന് ഏക്കർ തോട്ടങ്ങൾ വെട്ടാൻ ആളില്ല, വെട്ടിയാലൊന്നും കിട്ടാനും ഇല്ലാത്ത അവസ്ഥയിൽ അനാഥമായി കിടക്കുന്നു. റബ്ബർ കൃഷി റീപ്ലാന്റേഷൻ വേണ്ടെന്ന് പറഞ്ഞ് കർഷകൻ ജീവിക്കുന്നു. അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ സർക്കാർ ചിന്തിക്കണ്ടേ? അവൻ്റെ ഏക ഉപജീവന മാർഗമായ ഈ സർക്കാർ തന്നെയാണ് റബ്ബർ ബോർഡിൻ്റെ സബ്സിഡിയും കൊടുത്ത് അവനെ കൊണ്ട് റബ്ബർ വെപ്പിച്ചത് സർക്കാരാണ്. ആ സർക്കാർ പറഞ്ഞത് വിശ്വസിച്ചാണ് ബാക്കി എല്ലാ വിളകളും വേണ്ടാന്ന് വെച്ച് റബ്ബറിൻ്റെ പുറകെ ഈ കർഷകൻ പോയത്. അവൻ ഗതികേടിലായപ്പോൾ അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടിയല്ല എന്ന് പറയുന്നത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ സഭയ്ക്ക് താല്പര്യമില്ല. അതേസമയം ഇത്തരത്തിലുള്ള എക്സിസ്റ്റൻഷ്യൽ നീഡുകളെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ സഭയ്ക്ക് എക്കാലമുണ്ട്. അത് സഭ പ്രകടിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിനെയും കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിമോചന സമരം നടത്തി സഭ. അത് കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദത്തോടുള്ള ഒരു കലഹമായിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെയല്ലത്. വാസ്തവത്തിൽ സഭയുടെ ഏറ്റവും വലിയ മാനുഷിക മുഖമായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ബില്ല് വന്നപ്പോഴാണ് സഭ അതിനെതിരെ പ്രതികരിച്ചത്. കാരണം അത് തെറ്റായൊരു നീക്കമാണ്. ആ ബില്ല് തന്നെ തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ പക്ഷേ വിമോചന സമരത്തിനെ കുറിച്ച് ഇന്നും പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള സഭയുടെ എതിർപ്പാണ് വിമോചന സമരമെന്ന്. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായൊരു എതിർപ്പ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കേരളത്തിലെ ക്രൈസ്തവർ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എപ്പോഴും എതിർക്കപ്പെടേണ്ട ഒരു വിഭാഗമായി കരുതിയിട്ടില്ല എന്ന് ഇവിടുത്തെ ഇലക്ഷൻ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും.